ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, രാമായണ മാസം ചാതുർമാസ്യകാലമാണ് രാമായണ മാസമായി നാം ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായി രാമായണത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാമായണങ്ങൾ ഒട്ടു വളരെയുണ്ട്. നിങ്ങൾക്കും എനിക്കും അറിയുന്ന ആദി രാമായണം വാൽമീകി രാമായണമാണ്. അത് സാധാരണന്മാർക്ക് അപ്രാപ്യവുമാണ്. വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളുള്ള രാമായണവും 32,000 ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ടവും ചേർത്ത് 56,000 ശ്ലോകങ്ങളുള്ള വിപുലമായൊരു കൃതിയാണ്. അത് ആത്മസൃഷ്ടിയുടെ ഉദാരഭൂവിലേക്കുള്ള യാത്രയുമാണ്. അതിന് ലൗകികമായി പാരത്രികമായി ഒക്കെ ഒരുപാട് ഭാഷകളുമുണ്ട്. ആ രാമായണത്തെ മൂഢമതികൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ആ രാമായണ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാസൻ 6,000 ശ്ലോകങ്ങളിൽ രചിച്ചു എന്ന് പറയുന്ന ശ്രേഷ്ഠ കൃതിയാണ് അധ്യാത്മരാമായണം മൂലം. മറ്റു പലരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പുരാണാന്തർഗതമായ ചിന്തയിലാണ്. ശ്ലോകങ്ങൾ 6,000 എന്ന് അധ്യാത്മരാമായണം മൂലത്തിന്റെ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെന്ന് കൃത്യമായി രാമായണം മൂലമെടുത്ത് എണ്ണി നോക്കിയാൽ 4,200 ശ്ലോകങ്ങളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നീട് പറഞ്ഞ നമ്പർ തെറ്റിപ്പോയി എന്ന് ധരിക്കരുത്. ബ്രഹ്മാണ്ഡ പുരാണം ഇതേക്കുറിച്ച് വളരെ ഗാംഭീര്യത്തോടുകൂടി പറയുന്ന കാര്യങ്ങളും അധ്യാത്മരാമായണം യഥാർത്ഥത്തിൽ ബ്രഹ്മനാരദ സംവാദമാണെന്നാണ് കൃതി. അതിൽ രാമായണ സംഹിത എന്നാണ് പേര്. ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമായ രാമായണ ചിന്തയിൽ ബ്രഹ്മദേവനും നാരദരും തമ്മിലുള്ളൊരു സംവാദമുണ്ട്. ബ്രഹ്മദേവനും നാരദനും തമ്മിൽ വളരെ നാടകീയമായ ഒരു മുഹൂർത്തമുണ്ട്. നാരദര് ബ്രഹ്മലോകത്തേക്ക് യാത്രയായി. അവിടെ സത്യലോകത്തിലെത്തിയ നാരദൻ 4 മുഖങ്ങളിൽ നിന്നും നാൻമറ തൊഴുകുന്ന നാൻമുഖനെ കാണുകയാണ്. മുനിമാർ സന്തോഷാശ്രുക്കളോടുകൂടി ആ ദേവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കണ്ഡേയൻ ആ നാൻമുഖന്റെ അടുക്കലിൽ നിന്ന് സ്തുതിക്കുകയാണ്. സത്യലോകത്തെത്തിയ നാരദൻ തന്റെ ആത്മപിതാവിന്റെ വിഭൂതികൾ കണ്ട് നിലകൊള്ളുമ്പോൾ നാരദന്റെ അന്തർഗതം അറിഞ്ഞു ബ്രഹ്മദേവൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുനി, അവിടുന്ന് എന്തോ ചോദിക്കുവാൻ തുടങ്ങുന്നു, എന്തോ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ചാലും ദേവ, പരംപിതാവേ,
ശുഭങ്ങളും അശുഭങ്ങളുമായവയെല്ലാം ഇതിനു മുമ്പ് എന്നോട് ഉണർത്തിച്ചിട്ടുണ്ട്. അല്ലയോ പിതാവേ, കലി ആസന്നമായിരിക്കുന്നു. പരദ്രവ്യത്തിൽ ആളുകൾക്ക് ആഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു. പരസ്ത്രീകളിൽ പുരുഷൻ സുഖം തേടുന്നു. ആരെ സഹായിക്കണമെന്നതിനേക്കാൾ ആരെ ഉപദ്രവിക്കണമെന്ന് മനസ്സ് ലൗകികരുടെ കയ്യിൽ വെമ്പൽ കൊള്ളുന്നു. കളവ് വർദ്ധമാനമായിരിക്കുന്നു. ക്രയവിക്രയങ്ങളിൽ വഞ്ചനയും കളവും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചിരിക്കുന്നു. കളവിനെയും ചതിയെയും അറിവിന്റെ മാനദണ്ഡങ്ങളിൽ പെടുത്തി അവയ്ക്കും ജനങ്ങൾ വിദ്യാദാനത്തിൽ പ്രാധാന്യം കൊടുത്ത് അവയ്ക്ക് പോലും സ്ഥാനമാനങ്ങൾ നൽകുന്നു. മായ അരങ്ങു തകർത്താടുന്നു. ജനപഥങ്ങളിൽ അന്നവും ജലവും വിൽക്കുന്നു. കലിയുടെ ഇരിപ്പിടമായ മദ്യം മാന്യന്മാരുടെ പാനീയമായി മാറുന്നു. പിതാവേ, കലിക്കിരിപ്പിടമായ സ്വർണത്തിൽ സ്ത്രീ പുരുഷ ഭേദമെന്നേ ജനങ്ങൾ ഭ്രമിക്കുന്നു. പിതാവിനോട് നാരദൻ ഇതെല്ലാം പറഞ്ഞു, അല്ലയോ ദേവ, ഈ കലികാലത്തിൽ ഉദ്ധാരണത്തിനുള്ള മാർഗമുണ്ട്. ജീവന്റെ ഉദ്ധാരണത്തിന്റെ സങ്കല്പഭൂമി ഏതാ? ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്ത്രീകൾ പീഡിപ്പിക്കുന്നു, കുട്ടികളെ വിക്രയം ചെയ്യുന്നു. ഒരുപാടുണ്ട്. വളരെ വിപുലമായിട്ടാണ് വർണ്ണന, ബ്രഹ്മാണ്ഡത്തിലാണ്. ഇതൊക്കെ നാരദർ വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞു. താൻ ലോകത്തൂടെ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരിയായ നാരദർ കലികാലത്തിൽ കണ്ട വസ്തുതകളെല്ലാം, കലികാലം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ കാലം, അല്ലാതെ മുമ്പല്ല, ഇന്നേക്ക് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പല്ല. ഇതെല്ലാം നാരദർ സഞ്ചാരിയായിട്ട് നിന്ന് കണ്ടു. ആ നാരദർ എന്നിട്ട് ബ്രഹ്മദേവനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെയുള്ള ജീവന്റെ ഉദ്ധാരണത്തിനുള്ള മാർഗം? എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക? ബ്രഹ്മദേവൻ സൗമ്യനായി പറഞ്ഞു, നാരദരെ, അതിനുള്ള വഴിയാണ് രാമായണം, അധ്യാത്മരാമായണം. ഒരു ദിവസം ഈ അധ്യാത്മരാമായണത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഉരുവിടുമെങ്കിൽ നീ മോക്ഷത്തെ പ്രാപിക്കും. വിഷയത്തിന്റെ ഗൗരവമെല്ലാം നാരദർക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തു. രാമായണ മാഹാത്മ്യം ഒരു പകുതി ശ്ലോകം, അർത്ഥശ്ലോകം കൊണ്ടുപോലും മുക്തിക്ക് വഴി തെളിയുമെന്നെല്ലാം പറഞ്ഞിട്ട് നാരദരോട് ബ്രഹ്മദേവൻ പറഞ്ഞു, രാമായണത്തില് ഒരു മന്ത്രമുണ്ട്, രാമഹൃദയം, ശ്രീരാമഹൃദയം. ഈ മന്ത്രത്തെ ആലിന്റെ ചുവട്ടിലോ തുളസിയുടെ ചുവട്ടിലോ ഇരുന്ന്
3 തവണ ജപിക്കുന്നതായാൽ സാത്വികങ്ങളായ സർവാഭീഷ്ടങ്ങളും സാധിക്കുകയും ജ്ഞാനിയായിത്തീരുകയും ചെയ്യുന്നതാണ്. വിധിയാം വണ്ണം ഈ മന്ത്രത്തെ ഉപാസിക്കുന്നതായാൽ, ആഞ്ജനേയന് രാമൻ ഉപദേശിച്ച ഈ മന്ത്രത്തെ ആഞ്ജനേയ വിഗ്രഹത്തിന് സമീപത്തിരുന്ന് ഉപാസിക്കുന്നതായാൽ ഗായത്രി പുരസ്ചരണം കൊണ്ട് സിദ്ധി ലഭിക്കുന്ന നിലയുണ്ടാവുന്നതാണ്. നാരദരെ ഈ ദിവ്യമായ മന്ത്രം ഏകാദശി നാളിൽ പുരസ്ചരണം ചെയ്യുന്നവൻ ദേവേന്ദ്രനാൽ പോലും പൂജിതനായിത്തീരുന്നതാണ്. ഇങ്ങനെ ശ്രീരാമഹൃദയത്തിന്റെ മാഹാത്മ്യവും ബ്രഹ്മദേവൻ നാരദന് ഉപദേശിച്ചു. ഞാൻ അല്പം മാത്രമേ പറയുന്നുള്ളൂ, കാരണം എനിക്ക് പറയാനുള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ രാമായണ പ്രഭാഷണം അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രത്യേക ദിശയിൽ ഞാൻ തുടങ്ങുന്നത്. നന്നായോ എന്ന് എനിക്കറിയില്ല.